പ്രധാനമന്ത്രിയുടേത് നല്ല മറുപടിയാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും നല്ല മറുപടിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ശരശയിൽ കിടക്കുമ്പോൾ ഈ തളർന്നുപോയ പോരാളിയുടെ ഒരു പിടച്ചിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയിൽ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ലക്ഷ്യം തെറ്റിപ്പോയൊരു വില്ലാളി, അതല്ലെങ്കിൽ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിഗ്രി പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ വരുമ്പോൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള കുട്ടിക്കഥ പഠിച്ചിട്ട് വന്ന ഒരു പരീക്ഷാർത്ഥിയുടെ അവസ്ഥയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിക്ക്. എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠപുസ്തകത്തിലെ ഒരു കുട്ടിക്കഥയുമായി വന്ന് മറുപടി പറയുന്ന പ്രധാനമന്ത്രിയുടെ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മാറിയത് എന്നത് എനിക്ക് സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയായിരുന്നില്ല. പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെങ്കിലും കുറച്ച് ഹോംവർക്ക് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തീരെ ഗൃഹപാഠം ചെയ്യാതെ വന്നൊരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ് അതിന് പ്രതിരോധത്തിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച രീതിയോ അഡ്ഹോമിനം, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതൊരു ഫാലസിയാണ്. ഈ ഫാലസിയുടെ പേര് അഡ്ഹോമിനം എന്നാണ്. ഉദാഹരണത്തിന് എനിക്ക് സുജയോട് തർക്കിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഉടനെ സുജയുടെ മറ്റെന്തെങ്കിലും പേരുകൾ വിളിക്കുക, മറ്റേതെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്മൃതിയെ കളിയാക്കുക. അതിനെയാണ് നമ്മൾ അഡ്ഹോമിനം ഫാലസി എന്ന് പറയുന്നത്. എന്താണ് ഇന്ന് ഉപയോഗിച്ച അഡ്ഹോമിനം ഫാലസി? ബാലബുദ്ധിയാണ്, പിള്ളബുദ്ധിയാണ് എന്നുള്ളതാണ്. എന്താണെന്നറിയാമോ അത് പ്രയോഗിക്കുന്ന രീതി? നിങ്ങളൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഈ മുതിർന്ന സ്ത്രീകളെ ഈ അവരുടെ മക്കൾ പറയും അമ്മ ഒരു കുട്ടിയാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൂടെ വരുത്താൻ ശ്രമിക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ഒരു ഇൻഫൻറ്റാണ് നീ ഒരു പൗരനല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. നീ വെറും ഒരു പ്രജ മാത്രമാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിനെ പറയുന്ന പേര് ഇൻഫാൻറ്റിലൈസേഷൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ ശിശുവൽക്കരണം എന്നാണ് പറയുക. ആ അഡ്ഹോമിനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി ഉപയോഗിച്ചത്. നീ പറഞ്ഞത് നീ ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ നീ വെറും കുട്ടിയാണ് എന്ന് പറയുന്ന പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നരേന്ദ്രമോദി നടത്തിയത്. അത്യന്തം ഖേദകരമാണ് അഡ്ഹോമിനം ഫാലസി. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഉള്ളടക്കത്തിലേക്ക് വന്നാൽ, നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളിൽ പലതും പതിരായിരുന്നു എന്നതാണ് വാസ്തവം. നമുക്ക് തുടങ്ങാം ഓരോ ഭാഗങ്ങളിൽ. ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യത്തിന് മറുപടി കേൾക്കാനാണല്ലോ നമ്മൾ ഇന്ന് 2.25 മണിക്കൂർ ആ പ്രസംഗം കേട്ടത്. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയിടത്ത് നിന്ന് നമ്മൾ വരികയാണെങ്കിൽ, ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അധിക്ഷേപിച്ചുവെന്നും അതിനുവേണ്ടി മറുപടി പറയാൻ കണ്ടെത്തുന്നതാവട്ടെ ഉദയനിധി സ്റ്റാലിൻ ഉപയോഗിച്ചിരിക്കുന്ന അന്ന് ഡെങ്കിയും മലേറിയ തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് ഉപയോഗിച്ച് അത് രാഹുൽ ഗാന്ധിയുടെ മറുപടിയായിട്ട്, രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയായിട്ട് ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശത്തെ പിടിക്കേണ്ടി വന്ന ഗതികേടിലായി. ഒന്ന്. രണ്ടാമത് പ്രധാനമന്ത്രി പറഞ്ഞു ദൈവങ്ങൾ പ്രദർശനത്തിനുള്ളതല്ല ദർശനത്തിനുള്ളതാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് ഉള്ളിലൊരു ചിരി വരും. കാരണം ഈ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ചെങ്കോൽ സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഒരു റിയാലിറ്റി ഷോ, അയോധ്യയിൽ ബാബറി മസ്ജിദ് ക്ഷേത്രം പണിതീരാതെ ചോർച്ചയുള്ള സ്ഥലത്ത് രാംലല്ലയെ കൊണ്ടുപോയി പ്രാണപ്രതിഷ്ഠ നടത്തിയ റിയാലിറ്റി ഷോ നടത്തിയ പ്രധാനമന്ത്രി തന്നെ വന്നിരുന്നു പറയുന്നു ദൈവം എന്നുള്ളത് പ്രദർശനത്തിനുള്ളതല്ല ദർശനത്തിനുള്ളതാണെന്ന്. ആ മറുപടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികച്ചും പതിരായ അബദ്ധജടിലമായ വസ്തുതയ്ക്ക് നിരക്കാത്ത യാഥാർത്ഥ്യമായിരുന്നു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത്? കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ പല മതസാരവും ഏകമാണ്, ഒരൊറ്റ മതത്തിൻ്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്. ജയ് ശ്രീറാം വിളി കേട്ടപ്പോൾ പാർലമെൻറ്റിൽ ആർക്കും അസ്വസ്ഥതയുണ്ടായില്ലല്ലോ. ഈ ചെങ്കോൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സന്യാസി വര്യന്മാരെ ആ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു സ്പീക്കറും അതിനെ തടഞ്ഞില്ലല്ലോ, ഒരു പ്രധാനമന്ത്രിക്കും അസ്വസ്ഥനാവാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഇവിടെ മുസ്ലിമിൻ്റെ, മഹാവീരൻ്റെ, ബുദ്ധൻ്റെ, ശിവൻ്റെ പല വ്യത്യസ്ത ചിത്രങ്ങൾ എടുത്തുകൊണ്ട് പറയുന്നു. ഈ അഭയമുദ്രയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടാവുന്നു. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുകൊണ്ട് ഇന്നലെ ഹിന്ദുമത വിഭാഗത്തെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചു എന്ന് പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കാത്തതായിരുന്നു. അതുകൊണ്ടാണ് അത് പ്രധാനമായിട്ടൊരു ടേക്കായിട്ട് പോലും പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ചില്ല. അത് 7 മിനിറ്റിൽ താഴെ അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അത് ഉദയനിധി സ്റ്റാലിനെ പിടിച്ചുകൊണ്ടാണ് ആ വാദത്തിനുള്ള കൗണ്ടർ എടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇനി രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഡീമോണിറ്റൈസേഷൻ. അതാണ് ഇന്നലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡീമോണിറ്റൈസേഷൻ സമയത്ത് 2016 നവംബർ മാസം 8-ാം തീയതി പരമാത്മാവിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ആത്മാവിലേക്ക് ഒരു വിനിമയം ഉണ്ടാവുകയും ആ ആശയവിനിമയത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നിട്ട് കൂടെ ഒന്നുകൂടി പറഞ്ഞായിരുന്നേ, 1 മാസം കൊണ്ട് 82 പേര് ഡീമോണിറ്റൈസേഷൻ്റെ പേരിൽ ഈ രാജ്യത്ത് മരിച്ചു വീണു. ഇന്ന് പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞോ ഡീമോണിറ്റൈസേഷൻ്റെ ഭാഗമായി നമ്മുടെ ബാങ്കിൽ എത്താതെ പോയ കള്ളപ്പണത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ച്? അതിന് മറുപടി പറഞ്ഞെന്തറിയോ?
അതുകൊണ്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് കൂടിയെന്നാണ്. ഒരു ദിവസം ശരാശരി 20-22 കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ ATM-ൽ പോയി പണമെടുക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടുള്ളൊരു നാട്ടിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് കൂടിയെന്നാണ്. കൂടി സാർ, പേടിഎമ്മിൻ്റെ ആസ്തി കൂടി. അതാണ് ഡിമോണിറ്റൈസേഷൻ സംഭവിച്ച പിറ്റേ ദിവസം മുതൽ സംഭവിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ശരിയാണ്, ഡിജിറ്റൽ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിനുള്ള ഒരു നടപടി ആയിരുന്നില്ല ഡിമോണിറ്റൈസേഷൻ. അതിനും രാഹുൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. രാഹുൽ ചോദിക്കുന്നു, ഡിമോണിറ്റൈസേഷൻ നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലേ? അപ്പോൾ ഇവിടെ മറുപടി പറയുന്നു, ഡിജിറ്റൽ പേയ്മെന്റ് കൊണ്ടുവന്നില്ലേ? എന്നിട്ട് കുട്ടിക്കഥ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. വീണ്ടും രാഹുൽ ഗാന്ധി ചോദിച്ച മറ്റൊരു വസ്തുതാപരമായ ചോദ്യമായിരുന്നു അഗ്നിവീറുമായി ബന്ധപ്പെട്ട ചോദ്യം. 7-8 കാര്യങ്ങൾ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സഭയിൽ ഇന്നലെ സമർത്ഥിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ജവാന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? ഇത് രാഹുൽ ഗാന്ധി യൂസ് ആൻഡ് ത്രോ അല്ലേ? 2 തരത്തിലുള്ള ജവാന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ക്ഷണിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ BJP MP ആയ ജുവൽ ഓറം അധ്യക്ഷനായ സമിതി 2024 ഫെബ്രുവരി മാസത്തിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു, അഗ്നിവീറുകൾക്ക് സാധാരണ ഭടന്മാരുടെ സാധാരണ സേനാ വിഭാഗത്തിൻ്റെ അതേ പദവി കൊടുക്കേണ്ടതുണ്ട്, അതേ പ്രധാനപ്പെട്ട കോമ്പൻസേഷനുകൾ കൊടുക്കേണ്ടതുണ്ട്, സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് പറയുന്നത് BJPയുടെ MP-യുടെ പാനലാണ്. ആ വിഷയമാണ് ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. യൂസ് ആൻഡ് ത്രോ ആണ്. കാരണം ആകെ അബ്സോർബ് ചെയ്യുന്നത് 25%, ബാക്കി 75% ആളുകളും 21 വയസ്സിന് ശേഷം പുറത്ത് തൊഴിലില്ലാതെ അലയേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. അവർക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ മുഖത്ത് നോക്കി വിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയുന്നയാളാണ് എന്ന് പറയുന്നത് എത്രമാത്രം വസ്തുതാവിരുദ്ധമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നീറ്റ് വിഷയമാണ്. 24 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ 2.5 കോടിയോളം സമൂഹത്തിൻ്റെ ആശങ്കയും പ്രതീക്ഷയും ഒക്കെയായിരുന്ന ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഏറെ നാളത്തെ മൗനത്തിനു ശേഷം പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? നടപടി എടുത്തു തുടങ്ങിയിരിക്കുന്നുവെന്നാണ്. ഇന്ന് രാജ്യസഭയിൽ ഒരു പ്രസംഗം നടന്നു. ആ രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് NTA പിരിച്ചുവിടണമെന്നാണ്. NTയുടെ പേര് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നതല്ല എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 2 പ്രീമിയർ ലീഗ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ്, നമ്മുടെ ക്രിക്കറ്റിൻ്റെ പ്രീമിയർ ലീഗ്. രണ്ടാമത്തെ ഒരു ലീഗുണ്ട്, ഇന്ത്യൻ പേപ്പർ ലീഗ് എന്നാണ്. അതാണ് ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞ പ്രസംഗത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടണം എന്നതാണ് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് നിന്ന് പ്രതീഷ് കുമാറിനെ മാറ്റുമ്പോൾ അതിലൊരു മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി അതിനും പറഞ്ഞ മറുപടി എന്താ? നടപടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ മറുപടിയിൽ കാര്യങ്ങൾ ഒതുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി. അതിനും വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഇനി ചോദിച്ചു രാഹുൽ ഗാന്ധി, ഈ അയോധ്യ വിഷയം അടക്കം ചോദിച്ചു. അയോധ്യ വിഷയത്തിന് മറുപടിയിൽ അയോധ്യ എന്ന വാക്കും മിണ്ടിയിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നോ? അയോധ്യ എന്ന വാക്കോ ശ്രീറാം എന്ന വാക്കോ ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ പറഞ്ഞിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇന്ന് പ്രതിപക്ഷം 2.25 മണിക്കൂർ ഉയർത്തിയ മുദ്രാവാക്യം മണിപ്പൂർ ന്യായ എവിടെ, മണിപ്പൂരിൻ്റെ നീതി എവിടെ എന്നുള്ള ചോദ്യങ്ങളിൽ ഒരു തവണ പോലും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല. 200 മനുഷ്യരാണ് ആ മണിപ്പൂരിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. 60,000-ത്തിലധികം കുടുംബങ്ങളാണ് അവിടെ നിരായുധരാക്കപ്പെട്ടു പോയത്. ആ 60,000-ത്തോളം ആളുകളെന്ന് പറയുമ്പോൾ മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂരിൻ്റെ MP ബിമോൽ അക്കോയിജി നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം അർദ്ധരാത്രിയിലാണ് ഇന്നലെ ആ പ്രസംഗം നടത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വടക്ക് കിഴക്കൻ മനുഷ്യരുടെ മണിപ്പൂരിൻ്റെ അവസ്ഥ എന്നതുപോലെ സഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ അവസാനത്തെ സമയമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ബിമോൽ അക്കോയിജി നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഓരോ സ്ക്വയർ കിലോമീറ്ററിലും ഈ CRPF-നെയും സൈന്യത്തെയും വിന്യസിച്ചിരിക്കുന്ന മണിപ്പൂരിൽ 60,000-ത്തോളം ആളുകൾ വീടിന് പുറത്ത് അഭയാർത്ഥികളായി കഴിയുകയാണ്. 7,000-ത്തോളം മനുഷ്യരുടെ കുടുംബം പൂർണ്ണമായും അവിടെ നിന്ന് പറിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. 400-ഓളം പള്ളികൾ പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. 200-ഓളം സ്ത്രീകളും പുരുഷന്മാരും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 50-ഓളം വരുന്ന സ്ത്രീകൾ ബലാത്കാരത്തിന് വിധേയമായിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞോ? ഒരു വാക്കുപോലും പ്രധാനമന്ത്രി സഭയിൽ പറയാതെ പോയി എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. വീണ്ടും രാഹുൽ ഗാന്ധി GSTയെ കുറിച്ച് ചോദിക്കുന്നു, കർഷകരെ കുറിച്ച് ചോദിക്കുന്നു. നരേന്ദ്രമോദിക്കൊന്നും മറുപടി ഉണ്ടല്ല, ഒരു വാക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയാതെ പോയ വാക്കുകളിലൊന്ന് കർഷകരെ കുറിച്ചുള്ളതാണ്. പകരം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പോയി, മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് കോൺഗ്രസ് കള്ളം പറയുന്നുവെന്ന്. പ്രേക്ഷകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 2014 BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനം എന്താണെന്നറിയാമോ? സ്വാമിനാഥൻ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 50% മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ കർഷകർക്ക് കൊടുക്കണം. അവരുടെ കോസ്റ്റിൻ്റെ ആവറേജ് കോസ്റ്റ്, വെയിറ്റ് ചെയ്തിരിക്കുന്ന ആവറേജ് കോസ്റ്റിൻ്റെ 50%
ശതമാനത്തോളം കർഷകർക്ക് കൊടുക്കണമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന BJP ഇപ്പോൾ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറയുന്നത്? അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ കാര്യത്തിൽ കർഷകരെ പറ്റിച്ചില്ലേ? പറ്റിച്ചു. 2011 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, MS സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ നരേന്ദ്രമോദി പറയുന്നത് 50% മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം. ഒടുവിൽ ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ MSPയെ മറന്നുപോയതെന്തേ? ഈ ചോദ്യത്തിനും ഇന്ന് സഭയിൽ പ്രധാനമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഡിമോണിറ്റൈസേഷനിൽ മറുപടിയില്ല, അയോധ്യയിൽ മറുപടിയില്ല, നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ മറുപടിയില്ല, GSTയുടെ കാര്യത്തിൽ മറുപടിയില്ല, ഹിന്ദു മുസ്ലിം മൈത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കാര്യത്തിൽ മറുപടിയില്ല, പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണത്രേ. അതാണ് പ്രധാനമന്ത്രി പറയുന്ന മറ്റൊരു വാചകം. എന്താണ് ഈ രാജ്യം കണ്ടത്? പൗരത്വത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ മറുപടികളാണ് നമ്മൾ കേട്ടത്? അത് ഈ രാജ്യം ഒരുമിച്ച് നിന്ന് എതിർത്തതല്ലേ? പൗരത്വത്തിൽ ആദ്യമായി മതം കലർത്തിയതല്ലേ നിങ്ങൾ? ഈ ചോദ്യത്തിന് മറുപടി ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞോ? ഇല്ല. സംവരണത്തിൻ്റെ കാര്യത്തിൽ അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംവരണത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കള്ളം പറഞ്ഞു എന്നാണ്. എന്താണ് അതിനെ കോട്ട് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നു അംബേദ്കർ രാജിവെച്ചതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, അംബേദ്കർ രാജിവെച്ചിരുന്നു 1981. ഏത് അംബേദ്കർ രാജിവെക്കുമ്പോൾ, നിയമമന്ത്രി എന്ന നിലയിൽ രാജിവെക്കുമ്പോൾ അംബേദ്കർ പ്രധാനമായും 4 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ട് നെഹ്റുവുമായിട്ട് വിയോജിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഹിന്ദു കോഡ് ബില്ല്. ആ ഹിന്ദു കോഡ് ബില്ല്, നെഹ്റുവും അംബേദ്കറും ഒരുമിച്ചിരുന്ന് എഴുതിയ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാൻ കഴിയാതെ ദുഃഖിതനായ അംബേദ്കർ പടിയിറങ്ങുമ്പോൾ ആ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കരുതെന്ന് തട്ടഹസിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ സംഘപരിവാറിന് നേതൃത്വം നൽകിയ കർപ്പാത്രി മഹാരാജ് എന്ന് പറയുന്ന അന്നത്തെ ഒരു RSS സൈദ്ധാന്തികനും പുരോഹിതനും ഈ അംബേദ്കറിനെ നോക്കി വിളിച്ച വാചകം, നിങ്ങളൊരു ദളിതനാണ്, ഒരു ദളിതന് ബ്രാഹ്മണന്റെ നിയമ സംവിധാനത്തിൽ ഇടപെടാൻ ശേഷിയില്ല, കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അംബേദ്കറിനെ കുറിച്ച് നരേന്ദ്രമോദിക്ക് പറയാൻ എന്ത് അധികാരം എന്നതാണ് ഇന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അപ്പോൾ അംബേദ്കറും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നില്ലത്. ശരിയാണ്, പിന്നീട് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുന്നുണ്ട്, അതിനുശേഷം വീണ്ടും അംബേദ്കർ തിരിച്ച് ജയിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് 2017 മോഹൻ വൈദ്യ അടക്കമുള്ള ആളുകൾ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അടുത്താണല്ലോ മോഹൻ ഭഗവത് നിലപാട് മാറ്റിയത്. OBCയുടെ കാര്യത്തിൽ വോട്ട് നഷ്ടപ്പെടുമെന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. സംവരണം കൊണ്ടുവരുന്ന സമയത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനോടുള്ള RSSന്റെ നിലപാടെന്തായിരുന്നു? അവിടെയും കോൺഗ്രസിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഒരുപക്ഷെ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ പോയ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിഗ്രി പരീക്ഷ എഴുതാൻ 7ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം പഠിച്ചിട്ട് വന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥയായിരുന്നു. ഡിമോണിറ്റൈസേഷൻ ചോദിക്കുമ്പോൾ കുട്ടിക്കഥ പറയുക, സൈക്കിളിൽ നിന്ന് വീണ കഥ പറയുക, അവിടെ നിന്ന് ചിരിച്ച ആൾക്കാരുടെ കഥ പറയുക. അങ്ങനെ അത്യന്തം വളരെ നിർഭാഗ്യകരമായൊരു പ്രസംഗമാണ് ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടത്. ആ പ്രസംഗം ശരശയ്യയിലെ ഒരു പോരാളിയുടെ, തളർന്നുപോയ പോരാളിയുടെ പിടച്ചിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. Meet the editors.